മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം തട്ടിയ കേസിൽ അന്തരിച്ച പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിൽ. ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചത് അർജുനായിരുന്നു. സ്വർണ്ണക്കടത്തിൽ അർജുന് പങ്കുണ്ടെന്ന പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി.കെ. ഷൈജു 24-നോട് പറഞ്ഞു. ഇന്ന് ഇവിടുത്തെ ഈ സംഭവത്തിന് ശേഷം 9 പ്രതികൾ രക്ഷപ്പെട്ട് വഴിയിൽ വെച്ചിട്ട് അതിൽ ഈ 2 ബാഗുകളിലായിട്ടായിരുന്നു സ്വർണം. ആ ബാഗുകളും 2 ബാഗുകളുമായിട്ട് 4 ആൾ ആ കാറിൽ നിന്ന് ഇവിടെ നിന്ന് സംഭവത്തിൽ ഉൾപ്പെട്ട കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു കാറിൽ കയറി പോവുകയാണ്. ആ കാറ് നേരത്തെ ഒരു തീരുമാനിച്ചുറച്ചതുപോലെ ചെറുപ്പളശ്ശേരിക്ക് അടുത്ത് കാത്തു കിടക്കുന്നിരുന്നു. ആ കാറ് കൊണ്ടുവന്നിരുന്നത് ഈ അർജുനായിരുന്നു ആ കാറ് ഡ്രൈവ് ചെയ്തിരുന്നത്. അർജുനാണ് ഇവരെ ഈ 4 ആളെയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. നേരത്തെ ഗൂഢാലോചനയിലുണ്ടായിരുന്നു. നേരത്തെ തമ്മിൽ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ചെറുപ്പളശ്ശേരിയിൽ വന്ന് കിടന്നിരുന്നത് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ടവർ നേരത്തെ തന്നെ ഓപ്പറേഷൻ എങ്ങനെ വേണമെന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഒരു നേരത്തെ ട്രയൽ നടത്തിയിരുന്നു. ആരൊക്കെ എന്താ ഓരോരുത്തരും റോള് നേരത്തെ തന്നെ അവർ ഡിസൈഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അർജുൻ്റെ റോൾ ഇതായിരുന്നു. അർജുൻ ഇവർ വരുമ്പോൾ കാറായിട്ട് അവിടെ കാത്തു കിടക്കണം എന്നായിരുന്നു അർജുനുണ്ടായിരുന്ന ഈ റോൾ ഈ ഓപ്പറേഷനിൽ. ഇതിൽ പ്രതികൾ ഈ സതീഷ്, മിഥുൻ, അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ, ഇവരൊക്കെ ആയിട്ട് നേരത്തെ പരിചയമുള്ളതാണ്. അവർ സുഹൃത്തുക്കളാണ്. അവർ നേരത്തെ കൂട്ടുപ്രതികളാണ്. പല കേസുകളിലും ഇതുപോലെ 1-2 കേസുകളിൽ പ്രതികളാണ്. അതിൽ അർജുനും പ്രതിയായിരുന്നു. അങ്ങനെയുള്ള ബന്ധമാണോ? ആ കേസുകളിൽ അർജുൻ അങ്ങനെയുള്ള കേസുകളിൽ പ്രതിയാണ്. ഈ സതീഷും സലീഷും ഒക്കെ ഒരുമിച്ച് റോബറി കേസുകളിൽ നേരത്തെ പ്രതിയാണ്. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. വിപിൻ, ഇത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഡിവൈഎസ്പി ടി.കെ. ഷൈജു ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ അർജുൻ്റെ റോള് ഇവരെ സ്ഥലത്തെത്തിച്ചു എന്നത് മാത്രമല്ല, ഇതിലെ കോൺസ്പിറസിയിലും ഇയാൾക്ക് പങ്കുണ്ട് എന്നാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത്. ഏത് വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? ഇതിൽ എന്തൊക്കെ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്? മുഴുവൻ പ്രതികളെയും ഇതിനോടകം പിടികൂടിയിട്ടുണ്ടോ ഈ കേസിൽ? വിജയകുമാർ, 18 പ്രതികളാണ് ഈ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ലിസ്റ്റിലുള്ളത്. അതിൽ 13 പേർ ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട്. ഈ 13 പേർ പിടിയിലായതിലാണ് ഇപ്പോൾ പ്രശസ്ത വയലിനിസ്റ്റ് ആയിട്ടുള്ള ബാലഭാസ്കറിന്റെ അന്ന് ഡ്രൈവർ ആയിരുന്ന അർജുനും പിടിയിലായിരിക്കുന്നത്. ഈ 2018 സെപ്റ്റംബർ 25-ന് ബാലഭാസ്കർ മരിക്കുമ്പോൾ, ആ ഒരു അപകടത്തിൽ മരിക്കുമ്പോൾ അന്ന് വാഹനം ഓടിച്ചിരുന്നത് അർജുനായിരുന്നു. ഇപ്പോൾ അതിനുശേഷം പല കേസുകളിലും അർജുൻ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികളെ പരിചയപ്പെട്ടിരിക്കുന്നത് ആ രീതിയിലാണ്. ജയിലിൽ വെച്ചിട്ടൊക്കെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘം പിന്നീട് ഒരു ഗൂഢാലോചന നടത്തുകയായിരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും ഈ സ്വർണം കവരണം എന്നുള്ള ഒരു ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഇതിലാണ് അർജുനും പങ്കെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പെരിന്തൽമണ്ണയിൽ നിന്ന് തട്ടിയെടുക്കുന്ന സ്വർണം, ആ സ്വർണം 2 ഭാഗങ്ങളായി, ആദ്യത്തെ ഭാഗം ചെറുപ്പളശ്ശേരി ഭാഗത്തേക്ക് 4 പേർ ഒരു ബാഗിലായി കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് അത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ചെറുപ്പളശ്ശേരിയിൽ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ ഒരു വാഹനം കടക്കുന്നു. ആ വാഹനം ഓടിച്ചിരുന്നത് അർജുനാണ്. അപ്പോൾ കൃത്യമായ ഒരു പദ്ധതി ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു അർജുൻ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതിന്റെ ഇപ്പോൾ ആദ്യം 4 പേരെയാണ് തൃശ്ശൂരിൽ നിന്ന് പിടികൂടിയിരുന്നത്. ഈ 4 പേരെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നാണ് അർജുൻ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നതും ആ ഒരു ടീമിനെ പിടിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പിടികൂടിയ അർജുനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് റിമാൻഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും. ഒപ്പം തന്നെ ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വല്ല ബന്ധവുമുണ്ടോ എന്ന ചോദ്യത്തിന് അതുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ചില ഇതുപോലുള്ള ഒരു ക്രിമിനൽ സംഘവുമായിട്ടുള്ള ബന്ധം അർജുൻ വെച്ചു പുലർത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഗൂഢാലോചനയും സ്വർണ്ണ കവർച്ച നടക്കുകയും ചെയ്തിരിക്കുന്നത്. വിപിൻ, ഇതിൽ ഈ അർജുന്റെ പങ്ക് എന്നത് സംബന്ധിച്ച് നേരത്തെ ഈ സംഘം, അതായത് ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ അത്തരം തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘത്തിന്റെ ഭാഗമാണ് അർജുൻ എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ നേരത്തെയും സമാനമായ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടാകണം. ആ വഴിക്കും കൂടി അന്വേഷണം നീങ്ങുമായിരിക്കും. ഇപ്പോൾ ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട CBIയുടെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ അന്വേഷണങ്ങൾ തമ്മിൽ, ഈ സംഭവങ്ങളൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതുകൂടി ഇനിയിപ്പോൾ പോലീസ് പരിശോധിക്കുമോ എന്നറിയില്ല. അതിന്റെ സാധ്യത ഡിവൈഎസ്പി പക്ഷേ പൂർണ്ണമായും തള്ളുകയാണ്, അല്ലേ?
അതെ, ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇപ്പോഴത്തെ ഈ ഒരു അന്വേഷണത്തിനില്ല, ഇപ്പോഴത്തെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും ഇതിനു മുൻപ്, അതായത് ഇപ്പോൾ ബാലഭാസ്കറിന്റെ ഒരു മരണത്തിന് ശേഷം പല കേസുകളിലും അർജുൻ ഇതുപോലെ റോബറി കേസുകളിലൊക്കെ പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് പോലീസ് തന്നെ പറയുന്നുണ്ട്. ഒപ്പം അന്ന് ജയിലിലൊക്കെ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള കുറെ ആളുകളുണ്ട്, അവരെയൊക്കെ ഈ ഒരു സ്വർണ്ണക്കടത്തുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനു മുൻപും ഒരു ടീമായി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ 4 പേരാണ് ആദ്യം അറസ്റ്റിലാവുന്നത്. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പിന്നീട് 5 പേരുണ്ട് എന്നുള്ളത് അറിയുന്നു. അതാണിപ്പോൾ 18 പേർ അടങ്ങുന്ന ഒരു വലിയ ഗൂഢാലോചന ഈ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ 18 പേരിൽ ഇപ്പോൾ 13 പേരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ആ സ്വർണം തൊണ്ടി മുതലും ഏറെക്കുറെ റിക്കവർ ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ബാലഭാസ്കറിന്റെ അന്നത്തെ ഡ്രൈവറായിരുന്ന അർജുനും പിടിയിലാവുന്നത്. അപ്പോൾ ഇത് എത്ര കാലമായി ഈ ഒരു കൂട്ടായിട്ട് ഇവരെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലുള്ള കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും സ്വാഭാവികമായിട്ടുള്ള അന്വേഷണത്തിൽ വരും. പക്ഷെ അന്നത്തെ ആ ഒരു ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വിജയകുമാർ. യെസ്, ബാലഭാസ്കർ അപകടത്തിൽപ്പെടുമ്പോൾ കാർ ഓടിച്ചത് ഈ അർജുനായിരുന്നു. സ്വർണ്ണക്കടത്തിൽ അർജുന് പങ്കുണ്ട് എന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു തന്നെ ഇപ്പോൾ പറയുകയാണ്. ഈ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം വലിയ ആരോപണങ്ങൾ, വലിയ പരാതികളൊക്കെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഈ സംഭവവുമായി ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഇപ്പോഴത്തെ അറസ്റ്റിനില്ലെന്ന് പോലീസ് തീർത്ത് പറയുന്നുണ്ട്. ആ വഴിക്ക് അന്വേഷണം നീങ്ങുമോ എന്ന് നമുക്കറിയില്ല. തൽക്കാലം അതിലേക്ക് അന്വേഷണമില്ല എന്നാണ് ഡിവൈഎസ്പി തന്നെ വിശദീകരിക്കുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്.